ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പം ഞങ്ങളുടെ വാടകയ്ക്ക് റെൻ്റ് ഹൗസിലേക്ക് മാറിയതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ്, ഇവിടുത്തെ രീതികൾ, ഇവിടുത്തെ ഭക്ഷണ രീതി എന്നൊക്കെ നിങ്ങളെ കാണിക്കാമല്ലോ വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ്. അപ്പോൾ രാവിലെ തന്നെ ഉമ്മറ വാതിൽ പോയി തുറക്കുകയാണ്. കാരണം നമ്മൾ റെൻ്റ് ഹൗസ് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഓണേഴ്സ് അവർ കാണില്ല നമ്മൾ വാതിലടിച്ചിട്ടിരിക്കണം. അപ്പോൾ രാവിലെ തന്നെ ഉമ്മറം തുറന്ന് ഞാൻ നോക്കി. ഉമ്മറം തുറന്ന് നോക്കാനുള്ള റീസൺ തന്നെ എന്താ പറയുക, ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ. ഭയങ്കര കാറ്റും മഴയായിട്ട് എന്താണ് മുറ്റത്തൊക്കെ ഓരോന്ന് അറിയില്ലല്ലോ. അതൊന്ന് കാണാൻ വേണ്ടി വെപ്രാളം അടിച്ചിട്ട് ഞാൻ ഉമ്മറത്ത് നോക്കി, ബാക്ക് ഭാഗവും തുറന്നു നോക്കി. എത്രത്തോളം മിറ്റടിച്ചാരി ഉണ്ടാക്കണം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതാക്കിയത്. അങ്ങനെ രാവിലെ എണീച്ച് ഞാൻ ബ്രഷ് ചെയ്തു, ചായക്കുള്ള വെള്ളം വെച്ചിട്ടോ. ചായക്ക് വെള്ളം വെക്കാൻ നേരത്താണ് കിണറ്റിന് കോരി എടുക്കേണ്ട ഓർമ്മ. കാരണം പാത്രങ്ങളൊന്നും സെറ്റ് ചെയ്യാത്ത കാരണം നമുക്ക് വെള്ളമൊന്നും പാത്രത്തിലാക്കി വെക്കാൻ നമ്മൾക്ക് സമയം കിട്ടിയിട്ടില്ല, ബക്കറ്റൊന്നും ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കോരിയിട്ട് വേണം അപ്പത്തെ കാര്യങ്ങൾ. പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ബക്കറ്റൊക്കെ ഒഴിച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടാണ്. കാരണം എപ്പോഴും കോരാനാവില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു വെള്ളത്തിൻ്റെ ആവശ്യം വരുമ്പോൾ കിണറ്റിന് കോരി എടുക്കേണ്ട അവസ്ഥ വരണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ബക്കറ്റിൽ വെള്ളമാക്കി വെച്ചിട്ട് ഇപ്പോൾ ഞാൻ തൽക്കാലം കോരി എടുത്തിട്ട് ഇതാ വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ ഇന്ന് സാമ്പാറും ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിട്ട്. ഇഡ്ഡലിൻ്റെ മാവ് ഇന്നലെ കടയിൽ നിന്ന് മേടിച്ചു തന്നു കേട്ടോ. അപ്പോൾ അത് ഇഡ്ഡലി ഞാൻ അടുപ്പത്ത് വെച്ച്, സാമ്പാർ ഇതാ കുക്കറിലും വെച്ച്. അങ്ങനെ ഞാൻ പുറത്ത് പോയിരുന്നു. ഈ കുക്കറിന് 4-5 വിസിൽ വരണ്ടേ, അതുവരെ പുറത്ത് വരുന്നപ്പോൾ അതാ ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. അപ്പം നോക്കിന്ന് ഇപ്പം സാമ്പാർ റെഡി ആയി. ഞാൻ അതിലേക്ക് വറവ് ഇട്ടാലിട്ടാ. വറവും കൂടി ഇത് പുതിയ ചീഞ്ചട്ടി ആട്ടോ. ഇന്നലെ ഞങ്ങളവിടെ ഒരു ഫെസ്റ്റിവൽ വന്നിട്ടുണ്ട്. 30 ഉറുപ്പ്യ ഉള്ളൂ കേട്ടോ ഈ ചീഞ്ചട്ടിക്ക്. കണ്ടാൽ തോന്നുമോ 30 ഉറുപ്പ്യൻ്റെ സാധനമാണെന്ന്. അങ്ങനെ ഇതിൻ്റെ ഉദ്ഘാടനം ഇന്ന് ഇതിൽ തന്നെ കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ അതിൽ ഞാൻ ഇന്ന് വറവിട്ട് സാമ്പാറിലേക്കുള്ള. അങ്ങനെ വറവിട്ട് കഴിഞ്ഞ് സാമ്പാറും റെഡിയായി, ഇഡ്ഡലിയും റെഡിയായി. ഇവിടെ പ്രാർത്ഥനയ്ക്ക് കുട്ടനും സാമ്പാറും ഇഡ്ഡലിയും ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ ഉണ്ടെങ്കിൽ ഒരു പാറ ചോറ് തിന്നു. അപ്പോൾ അതാ കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാക്കാറിട്ടാ. പിന്നെ ഞാൻ എന്താ ഇവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഞാൻ വെച്ചാൽ വീണ്ടും മഴ പെയ്താ എന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് പോയി നോക്കുമ്പോൾ ഇതാ ഇവിടെ ഫുള്ള് വെള്ളം നനയ്ക്കുക കേട്ടോ. ഇവർ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ മോട്ടർ ഓൺ ആക്കിയിട്ട് ഫുള്ള് വെള്ളം നനയും. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് ലൂണ എന്താണ് ഈ സൗണ്ട് വെച്ച് കുറേ കുരയ്ക്കുന്നുണ്ട്. അപ്പം ഞാനും പോയി നോക്കി എന്താ മഴ പെയ്താണോ നോക്കുമ്പോൾ അതാ അവർ പറമ്പൊക്കെ നനയ്ക്കുകയാണ്. അപ്പം ഞാൻ അതേനൊക്കെ കുറച്ച് നേരം നടന്ന്. പിന്നെ അതായത് ഞാൻ വെച്ച എൻ്റെ തുളസി ചെടിയും ചെറുനാരങ്ങ ചെടിയും കേട്ടോ. പിന്നെ അതാ ലോൺ അതാ പേടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥന ഒരുക്കി കെട്ടി സ്കൂളിലേക്ക് പറഞ്ഞേക്കാത്ത. നമ്മുടെ മുന്നിൽ ബസ് വരികയെ അതുവരെ പ്രാർത്ഥന അവിടുന്ന് ഭയങ്കര കളിയാണ്. കാരണം ഓൾ പണ്ടത്തെ വീട്ടിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കണം ബസ് കയറുന്നിടത്തേക്ക്. ഇതാകുമ്പോൾ മുന്നിൽ ബസ് വരുന്ന കാരണം കുട്ടിക്ക് അതിൻ്റെ ആർമാത. അങ്ങനെ അവളെ കയറ്റി വിട്ട് ഉച്ചയ്ക്ക് ഇതാ കോരക്കറിയും ചോറും ആക്കിയാണ്. കുറച്ച് മാങ്ങാക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് പൈത്താങ്ങ കിട്ടിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയാണ്. പിന്നെ കോരമ്മയും പൊരിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വക ഒരു കുഞ്ഞി അച്ചാറും. അതും നമ്മൾ വലിയതൊന്നുമില്ല, മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഇതാക്കിയതാണ്. പിന്നെ അതാ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇന്നത്തെ മയൻ്റെ ഉച്ചത്തെ മയൻ്റെ ഒക്കെ വക വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ അടിച്ചാരാണ്ട്. അങ്ങനെ ഞാൻ അടിച്ചാരി ചെടീൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇനി വേറൊരു ദിവസമായിട്ട് വരെ ബായ്.